നന്ദിത. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീത്തലെ മുക്കാളി ശ്രീ ഗണേഷ് ഫയർവർക്സിലാണ്. 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഈ ഷോപ്പിൽ ഇടനിലക്കാരില്ലാതെ ശിവകാശിയിൽ നിന്ന് നേരിട്ട് പടക്കങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ ഇവർ ഹോൾസെയിൽ വിലയിലാണ് കസ്റ്റമേഴ്സിന് പടക്കങ്ങൾ കൊടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്ന് നമുക്ക് ഈ സ്ഥാപനത്തിലെ വിജീഷേട്ടനോട് ചോദിക്കാം. നമസ്കാരം. ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 വിഷുവിൻ്റെ പ്രമാണിച്ചിട്ട് ഈ വർഷം രമേശ് കമ്പിത്തിരീൻ്റെ നൃത്തം ചെയ്യുന്ന കമ്പിത്തിരിയാണ്. നമ്മൾ പൊതുവേ കമ്പിത്തിരി ഇങ്ങനെ കത്തിച്ചിട്ട് കാണിക്കുവാറുള്ളത്. ഈ പ്രാവശ്യം അവർ എന്താ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസിങ് കമ്പിത്തിരി എന്ന് പറയുന്ന ഒരിതാണ്. കമ്പിത്തിരി കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എളുപ്പം കാണിക്കുന്ന അതുപോലെ ഡാൻസ് ചെയ്യും. പിന്നെ അതിനുശേഷം അവരിറക്കിയത് ലവ്ലി സ്പാർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. സ്നേഹ കമ്പിത്തിരി, ഈദ് മുബാറക്ക് എന്ന് പറയുന്ന ഒരു ഇതേപോലെ തന്നെ ഉള്ളത്. അതേപോലെ തന്നെ പീക്കോക്ക്, ഡാൻസിങ് പീക്കോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും വന്നത് നല്ല ഒരു മയില് പീലി വിടത്തിയിട്ട് ഡാൻസ് ചെയ്യുന്ന പോലുള്ളതാണ്. അതേപോലെ തന്നെ കിങ് ഫൗണ്ടേഷൻ, ടിൻ ഫൗണ്ടേഷൻ ഇതേപോലത്തെ ഒരു നല്ലൊരു ഫംഗ്ഷനാണ്. ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പല കളറുമായിട്ട് വെറൈറ്റി കളറായിട്ട് ഒരു 7 കളർ ഇതിൽ നിന്ന് വന്നിട്ട് ഒരു മഴവില്ല് പോലെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ 288 എന്ന് പറയുന്ന സാധനം മാർക്കോ 28 ആ ഫംഗ്ഷൻ. ടോപ്പ് ഗണ്ണ്, ഈ ഗണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ണ് വാങ്ങിക്കഴിഞ്ഞാൽ 3 യൂസേബിളാണ്. നിങ്ങൾക്കുള്ള യൂസേജിൽ ഇതിലൊരു സ്പാർക്കേഴ്സ് എന്ന് പറയുന്നത് അത് വരാം. പിന്നെ അതിനുശേഷം ചറവറ ഉപയോഗിക്കാം. അതിനുശേഷം സാധാ നോർമൽ സ്പാർക്കേഴ്സ് കമ്പിത്തിരി എടുത്തിട്ട് ഉപയോഗിക്കാം. ഇത്തരം ഒരുപാട് 100-ൽ പരം പിന്നെ ഏകദേശം 100-ൽ പരം ഫാൻസി പടക്കങ്ങൾ ഈ കടയിൽ ലഭ്യമാണ്. കൊയിലാണ്ടിയിൽ നിന്ന് വന്ന് 2 കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചോദിച്ചു നോക്കാം. ഹലോ, നമ്മളിത് വർഷങ്ങളായിട്ട് ഈ കടയിൽ നിന്നാണ് ഈ സാധനം വാങ്ങിക്കൽ, പടം വാങ്ങിക്കൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇവിടുന്ന് കിട്ടാറ്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് വരാറ്. ഞങ്ങൾ ഇത്രയും കൊയിലാണ്ടി ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ അവിടെയൊക്കെ കച്ചവടക്കാരുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഇവൻ്റെ അടുത്ത് വിജീഷിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവർ വിൽക്കാറ്. ഇപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ റേറ്റും വളരെ കുറവാണ്. പുതുമയുള്ള സാധനങ്ങളാണ്. എപ്പോഴും വെറൈറ്റി ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത്.